കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ വാക്ക് തർക്കം. ഇടതംഗങ്ങളും ഗവർണറുടെ പ്രതിനിധികളും തമ്മിലാണ് തർക്കമുണ്ടായത്. യോഗത്തിന്റെ അജണ്ട അംഗീകരിക്കാനാവില്ലെന്ന് ഇടതംഗങ്ങൾ നിലപാടെടുത്തതോടെയാണ് പ്രശ്നമുണ്ടായത്. ഇപ്പോൾ സെനറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുകയാണ്. ചാൻസലറൊക്കെ തടയുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ ഒരു നടപടിയാണ് കണ്ടത്. പക്ഷേ നമ്മൾ ഒരു അജണ്ട അനുസരിച്ചിട്ട് ഒരു പേര് പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തതായിട്ട് വൈസ് ചാൻസലർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഓൾറെഡി അത് അക്സെപ്റ്റ് ആണ്. പിന്നെ നമ്മളത് വേറൊരു ഇവിടെ ഉന്നയിച്ചത്, ഇതിപ്പം ഗവർണർ നിയമിച്ച നാല് അംഗങ്ങൾക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം പറഞ്ഞത് അവരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അതിനോടൊപ്പം ക്ലബ് ചെയ്ത ഒരു കേസ് കൂടി ഉണ്ട്. ആ കേസിനൊപ്പം ക്ലബ് ചെയ്തതാണ് ഇവിടെ 4 സെനറ്റ് അംഗങ്ങൾ, സർക്കാർ നിയമിച്ച 3 സെനറ്റ് അവർ സിൻഡിക്കേറ്റ്. അവർക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ. കാരണം സെയും അവരുടെയും അർഹത സംബന്ധിച്ചുള്ള ഒരു കേസാണ്. അത് മറ്റേ 4 കുട്ടികളുടെ ആ കേസിനോട് ക്ലബ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ അതിനൊന്നും ഉത്തരം നൽകാൻ മന്ത്രി ഇന്ന് ഇവിടെ വന്നത് ഇതൊരു അലങ്കോലമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ മന്ത്രി വന്നത്. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു മന്ത്രിയുടെ ഒരു ഇതല്ല. അതെ, VC മറികടക്കാൻ ശ്രമിച്ചു. പക്ഷേ മന്ത്രി കാണിച്ചത് ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞങ്ങളോട് അവര് പ്രസംഗിച്ചു, ഒരാൾ പ്രസംഗിച്ചു. അപ്പൊ നമ്മൾ സംസാരിക്കാനുള്ള റൈറ്റ് അതേ ചോദിച്ചോ, നിങ്ങൾ എന്ത് വേണമെന്ന് തീരുമാനിച്ചു. നമുക്ക് ഇവിടെ റൈറ്റ് ഉണ്ടല്ലോ, ഇവിടെ വന്ന് സ്പീച്ച് ഞങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കാൻ സമ്മതിക്കാതെ അവർ ഈ ബഹളക്കാരോടൊപ്പം കൂടി. എന്നിട്ടും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ ബഹളം വെക്കുന്നവരെല്ലാം മന്ത്രിയെയും അതുപോലെ വൈസ് ചാൻസലറെ എല്ലാം തടയുന്ന രീതിയിൽ ഫ്രണ്ട് ചെയ്യുന്ന ഞങ്ങളുടെ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ആപ്പാടെ ഒരു ബഹളമയമായിരുന്നു. പക്ഷേ വൈസ് ചാൻസലർ പുള്ളിയുടെ റൈറ്റ് ഓക്കെ പറഞ്ഞു. അദ്ദേഹത്തിനാണ് ഈ മീറ്റിംഗിലെ ഫൈനൽ അതോറിറ്റി. മന്ത്രി എന്തൊക്കെയോ പറഞ്ഞു, അതാർക്കും കേൾക്കാൻ വയ്യായിരുന്നു. അതൊന്നും റെക്കോർഡില്ല. വൈസ് ചാൻസലർ പ്രത്യേക അജണ്ട വെച്ച് വിളിച്ച യോഗമാണ്. ആ യോഗത്തിൽ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് വരെ ആ അജണ്ടയെ തള്ളിപ്പറയാനോ എതിർക്കാനോ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അജണ്ടയെ അംഗീകരിച്ച സ്ഥിതിക്ക് ഇന്നത്തെ യോഗം VC നിശ്ചയിച്ച പ്രകാരം നടന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ മന്ത്രിയാണ് ഷെയർ ചെയ്തത്. പക്ഷേ VC ആണ് യോഗം വിളിച്ചത്. അത് ചട്ടവിരുദ്ധമാണോ എന്ന് പരിശോധിക്കട്ടെ. ഒരു ഏക അജണ്ടയുടെ പുറത്താണെന്ന് യോഗം വിളിച്ചിരുന്നത്. ആ അജണ്ടയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് പ്രൊവിസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തികച്ചും ഞങ്ങൾക്ക് സംസാരിക്കാൻ ആർക്കും തന്നെ അവസരം തന്നിരുന്നില്ല. ഞങ്ങളുടെ എല്ലാ മൈക്കുകളും ഓഫാക്കിയിട്ടുള്ള നിലയിലായിരുന്നു. ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, പ്രമേയം എന്ന് പറയുന്നത് ഇന്നത്തെ ഏക അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യമായിരുന്നില്ല. അവർ ആദ്യമേ ഒരു റെസൊല്യൂഷൻ വായിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഒരു ആളെ നോമിനേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു റെസൊല്യൂഷൻ വായിക്കുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അത് ഏകപക്ഷീയമായിട്ട് പ്രമേയം പാസ്സാക്കിയതായിട്ട് പ്രൊവിസി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ജനാധിപത്യപരമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള അവകാശവും ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാം ഡയസിന് ചുറ്റും വളയുകയും ആക്രോശിക്കുകയും പല അവസരങ്ങളിലും ഞങ്ങളുടെ നേരെ മുഷ്ടി ഉരുട്ടിക്കൊണ്ട് വരികയൊക്കെയാണ് ഉണ്ടായത്. അതാണ് സത്യം. പ്രൊവിസി പല പ്രാവശ്യം അഭ്യർത്ഥിച്ചിട്ടും സംസാരിക്കാനുള്ള അവസരം തരികയുണ്ടായിരുന്നില്ല. ഞങ്ങൾ അജണ്ട പ്രകാരം ഞങ്ങളുടെ പേര് നാമനിർദ്ദേശം കൊടുക്കുകയും അത് VCക്ക് സമർപ്പിക്കുകയും അത് തീരുമാനം നിങ്ങളുടെ പേരിലാണെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ അംഗീകരിച്ചോളട്ടെ. പക്ഷെ ഞങ്ങളുടെ പേര് ഇന്ന പേരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് നിർദ്ദേശിച്ച ആ പേര് ഇന്നും ഞങ്ങളത് നിർദ്ദേശിക്കുകയുണ്ടായി. സാധാരണ സർവകലാശാല നിയമത്തിലെ ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർക്ക് അധ്യക്ഷത വഹിക്കാമല്ലോ. അപ്പോൾ പിന്നെ മന്ത്രി പങ്കെടുത്തത് എങ്ങനെയാണ് നിയമവിരുദ്ധമാവുക എന്നുള്ളതാണ്. മന്ത്രി പങ്കെടുത്തതിനെ കുറിച്ചല്ല, താങ്കൾ വ്യക്തമായി കേൾക്കണം. പങ്കെടുത്തതിനെ കുറിച്ചല്ല നിയമവിരുദ്ധം പറഞ്ഞത്. ഒരു സിംഗിൾ അജണ്ടയിൽ കൂടുന്ന ഒരു സെനറ്റ് യോഗത്തിൽ ഒരിക്കലും ഒരു പ്രമേയമോ മറ്റു കാര്യങ്ങളോ ചർച്ച ചെയ്യേണ്ടതില്ല. അങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ ഇരുന്നതല്ലേ, ഒരു പ്രമേയം ആരും അവതരിപ്പിച്ചിട്ടില്ല. അവിടെ ആകെ പഴയ ഒരു സിൻഡിക്കേറ്റ് മെമ്പർ നസീം അല്ലെ, അദ്ദേഹമാണ് ഈ വിഷയം ഒരു ഒബ്ജക്ഷനായി റേസ് ചെയ്തത്. പിന്നീട് അവര് പറയുന്നു മുരളി ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇതിനെ തുടർന്നൊരു ബഹളമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ബഹളത്തിനിടയിൽ പ്രമേയം അവതരിപ്പിച്ചതായിട്ട് പോലും മുരളിയും പറഞ്ഞിട്ടില്ല, അവരും പറഞ്ഞിട്ടില്ല. ഒരു പ്രമേയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പ്രമേയം പാസ്സാക്കാൻ മന്ത്രി ആവശ്യപ്പെടുകയാണ്. പ്രമേയമുണ്ട്. ഒരു പ്രമേയം ചർച്ച ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരു യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്ന് പറയുകയാണ് ഇത് പ്രമേയം പാസ്സാക്കണം. എന്നാൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യം UDFന്റെ അംഗങ്ങൾ ഇരിക്കുന്ന സീറ്റുകളിൽ മൈക്ക് പോലും നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ മൈക്ക് നിഷേധിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്കിതാണ് പറയാനുള്ളത്. ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പോരിൽ സർവകലാശാലയുടെ ഭരണം സ്തംഭിക്കാനും സർവകലാശാലയുടെ യശസ് തകർക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഇപ്പോൾ തന്നെ ഒരു ചാർജ് വഹിക്കുന്ന വൈസ് ചാൻസലറാണ് ഇവിടെ വരുന്നത്.
എത്രയോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളതിൽ അദ്ദേഹം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രഗത്ഭമായിട്ടുള്ള ഇവർ തന്നെ അവകാശപ്പെടുന്നത് പോലെ A++ കിട്ടിയിട്ടുള്ള ഒരു സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലറെ പോലും നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റിയിലെ അംഗത്തെ തെരഞ്ഞെടുക്കാൻ പോലും കഴിയാതെ രാഷ്ട്രീയമായ പോരിലൂടെ സർവകലാശാലയുടെ യശസ്സും അതുപോലെ തന്നെ ഇതിന്റെ അക്കാദമിക് താൽപര്യങ്ങളുമെല്ലാം ഹനിക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ട് എന്തായാലും കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ ആകെ വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം സെനറ്റ് അംഗങ്ങൾ പുറത്തു വന്നുള്ള അവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഇന്ന് എന്താണ് സംഭവിച്ചത്? ഒരൊറ്റ അജണ്ടയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രമേയം അത് അവതരിപ്പിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ പാസ്സാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. അത് നിയമവിരുദ്ധമാണ് എന്നാണ് UDF അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അശ്വതി, തീർത്തും നാടകീയ രംഗങ്ങളാണ് ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ നടന്നത്. ഇന്ന് സ്പെഷ്യൽ യോഗമാണ് വിളിച്ചത്. പ്രത്യേക യോഗം വിളിച്ചത് തന്നെ ഈ സെനറ്റ് അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളെ തിരഞ്ഞെടുക്കുന്ന, അതായത് VC തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രതിനിധിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സെനറ്റ് യോഗം വിളിച്ചത്. ഇതിൽ ഈ അജണ്ട, ഈ പ്രമേയത്തെ കുറിച്ചുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇടതംഗങ്ങളാണ് ഈ പ്രമേയം കൊണ്ടുവന്നത്. കാരണം സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രതിനിധിയെ ഇന്നത്തെ യോഗത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. ഇത് കാര്യങ്ങളെ ബഹളത്തിലേക്ക് കൊണ്ടുപോയി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മന്ത്രി അശ്വതി, ഇപ്പോൾ സെനറ്റ് ഹാളിനുള്ളിൽ മുദ്രാവാക്യം വിളികൾ വരുന്നു എന്ന ഒരു സൂചനയുണ്ട്. ഒരുപക്ഷെ പ്രതിഷേധമാണ് ഇടതംഗങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന ഒരു സൂചന വരുന്നുണ്ട്. ഏതായിരുന്നാലും വലിയ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് സെനറ്റ് യോഗത്തിലുണ്ടായത്. ഇങ്ങനെ സെർച്ച് കമ്മിറ്റിയിലുള്ള അശ്വതി, തീർച്ചയായും പ്രതിഷേധമാണ്. ഇപ്പോൾ പ്രതിഷേധം, ഇടത് അംഗങ്ങളുടെ പ്രതിഷേധം, അവർ പുറത്തേക്ക് വരികയാണ്. യോഗത്തിൽ നിന്ന് ഇടത് അംഗങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇത് UDF അംഗങ്ങളാണ്. ആക്ച്വലി ഇപ്പോൾ UDF അംഗങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. UDF അംഗങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അല്ല കൊടുത്ത് അവിടെ പറഞ്ഞു, അവിടെ പറഞ്ഞു. സെനറ്റ് യോഗത്തിന് ശേഷം പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സർവകലാശാലയുടെ പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് വരികയാണ്. ചാൻസലർ കേരള സർവകലാശാല സെനറ്റ് യോഗം വാക്തർക്കത്തിൽ അവസാനിച്ച ഇപ്പോൾ UDF അംഗങ്ങൾ പ്രതിനിധികൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇടത് അംഗങ്ങളും ഗവർണറുടെ പ്രതിനിധികളും തമ്മിലാണ് തർക്കം ഉണ്ടായത്. അജണ്ട ഇത്തരത്തിൽ യോഗത്തിന്റെ അജണ്ട അംഗീകരിക്കാനാവില്ല എന്ന് ഇടത് അംഗങ്ങൾ നിലപാടെടുത്തതോടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. വി വിനോദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു